നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. അടുത്തതായിട്ട് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ആ നരകാസുരന്റെ പ്രധാന ദുർഗപാലകൻ, ആ കോട്ടയുടെ കാവൽക്കാരനായിട്ടുള്ള മുരാസുരനെയും നരകാസുരനെയും വധിച്ച കാര്യം പറയുകയാണ് 7ാമത്തെ ശ്ലോകത്തിൽ. മുരഹ ത്വാം മുരസ്ത്വാം പഞ്ച ആസ്യഃ പഞ്ചാസ്യഃ ജലധി വനമധ്യാത് ഉദപതത് ജലധി വനമധ്യാദുദപതത് സഹ ചക്രേ ചക്രേണ പ്രദലിത ശിരാ മംക്ഷു ഭവതാ ചതുഃ ദന്തൈഃ ദന്താവളപതിഭിഃ ഇന്ധാന സമരം ചതുർദന്തൈർദന്താവളപതിഭിരിന്ധാന സമരം രഥാംഗേന ഛിത്വാ നരകം അകരോഃ തീർണ നരകം നരകമകരോസ്തീർണ നരകം. പഞ്ച ആസ്യഃ 5 മുഖമുള്ളവനാണ് മുരഹ മുരാസുരൻ. അവൻ ഭഗവാൻ ആ കോട്ടകളൊക്കെ തകർത്തപ്പോൾ ജലധി വന മധ്യാത് ആ കോട്ടയുടെ കിടങ്ങിലെ ജലത്തിനുള്ളിൽ നിന്ന് ത്വാം ഉദപതത് അങ്ങയുടെ നേരെ ചാടി വീണു. സഹ അവൻ ഭവത അങ്ങയാൽ ചക്രേണ തന്റെ സുദർശന ചക്രത്താൽ മംക്ഷു വളരെ പെട്ടെന്ന് തന്നെ പ്രദലിത ശിരാഹ ആ തലകളൊക്കെ അറുത്ത് അവനെ കൊന്നുകളഞ്ഞു. ചക്രേ, ഇവിടെ ചക്രേ എന്നാൽ അങ്ങനെ ചെയ്തു എന്നർത്ഥം. അപ്പൊ അവനെ സുദർശന ചക്രത്താൽ തലകൾ അറുത്തിട്ട് 5 തലകൾ ഉള്ളത് കൊണ്ടാണ് തലകൾ അറുത്ത് അവനെ കൊന്നു. ഒപ്പം അവിടെ ഭഗവാനെ എതിർക്കാൻ വന്ന ചതുർദന്തൈഹി 4 കൊമ്പുകളുള്ള ആനകൾ, ഇവയൊക്കെ ഐരാവതത്തിന്റെ ആ വംശത്തിൽ പെട്ടവരാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള 60ഓളം 4 കൊമ്പനാനകൾ ഇന്ധാന സമരം ആ ആനകളോടുകൂടി സമരം ഇന്ധാന ആ യുദ്ധത്തിന് വന്ന നരകം ആ നരകാസുരനെ രഥാംഗേന തന്റെ ചക്രം കൊണ്ട് ഛിത്വ അറുത്തിട്ട് തീർണ നരകം അവനെ ആ നരകത്തിൽ നിന്ന് തീർണം മുക്തി പ്രാപിച്ചവനാക്കിയിട്ട് അകരോഹോ അങ്ങനെ അവനെ ആക്കി തീർത്തു. നേരത്തെ പറഞ്ഞു തന്റെ ശംഖുനാദം കൊണ്ടാണ് ഭഗവാൻ അവിടുത്തെ ആ യന്ത്രത്തെ തകർത്തത് എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ആ പാഞ്ചജന്യത്തിന്റെ നാദം കേട്ടപ്പോൾ ജലത്തിൽ കഴിയുന്ന 5 തലയോടുകൂടിയ ആ മുരാസുരൻ എഴുന്നേറ്റു വന്നു. അവൻ 3 മുനയോടുകൂടിയ അതുപോലെ ആ ത്രിലോകങ്ങളെ മുഴുവൻ ദഹിപ്പിക്കാൻ പോന്നതുമായിട്ടുള്ള ഒരു ശൂലം ഭഗവാന് നേരെ എറിഞ്ഞു. അത് 10 ദിക്കുകളിലും അന്തരീക്ഷത്തിലുമൊക്കെ മാറ്റുലി കൊണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ മുരാസുരൻ അയച്ച ആ ത്രിശൂലത്തെ ഭഗവാൻ 2 അസ്ത്രങ്ങൾ അയച്ചിട്ട് 3ആയി ഖണ്ഡിച്ചു കളഞ്ഞു. പിന്നീട് ഭഗവാൻ
മുരാസുരന്റെ 5 മുഖങ്ങളും ലക്ഷ്യമാക്കി ഓരോരോ അസ്ത്രങ്ങൾ അയച്ചു. കുപിതനായ മുരാസുരൻ ഗദയുമെടുത്ത് പാഞ്ഞു ചെന്നിട്ട് ഭഗവാനെ അടിക്കുവാൻ ഓങ്ങി. പിന്നീട് ഭഗവാൻ തന്റെ ഗദ കൊണ്ട് അവന്റെ ഗദയെ, ആ മുരാസുരന്റെ ഗദയെ പല ഖണ്ഡങ്ങളാക്കി തീർത്തു. അവസാനം തന്റെ സുദർശന ചക്രത്തെ അയച്ചിട്ട് ആ മുരാസുരന്റെ 5 ശിരസ്സുകളും മുറിച്ചിട്ടു. അങ്ങനെ ആ മുരാസുരനെ വധിച്ചതിനാലാണ് പിന്നീട് ഭഗവാന് മുരാരി എന്ന പേര് വന്നത്. നമ്മൾ പല പാട്ടുകളിലുമൊക്കെ കേൾക്കാം, ഹേ മുരാരേ, മുരൻ എന്ന അസുരന്റെ ശത്രുവായിട്ടുള്ള അല്ലയോ ഭഗവാനെ എന്നാണ് അർത്ഥം. അപ്പം മുരാരിയായിട്ടുള്ള ഭഗവാനായിട്ട് തീർന്നു. അതായത് മുരാരി എന്ന പേരിന് അർഹമായി തീർന്നു ഭഗവാന്റെ ആ പ്രവൃത്തി. അങ്ങനെ മുരാസുരനെ കൊന്നു. അപ്പൊ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാവൽക്കാരനെ കൊന്നതിനാൽ അത്യധികം ക്രുദ്ധനായ നരകാസുരൻ പിന്നീട് ഭഗവാനുമായിട്ട് യുദ്ധത്തിന് വന്നു. അപ്പം ശക്തി എന്ന ആയുധമാണ് ആദ്യം നരകാസുരൻ ഭഗവാന്റെ മുകളിലേക്ക് പ്രയോഗിച്ചത്. അങ്ങനെ ആ ശൂലം പ്രയോഗിക്കുന്നതിന് മുമ്പായി തന്നെ ഭഗവാൻ തന്റെ ചക്രായുധം അയച്ച് അവന്റെ ആ ശിരസിനെ അരിഞ്ഞു വീഴ്ത്തി. അങ്ങനെ നരകാസുരൻ വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ദേവന്മാരും ഋഷിമാരുമൊക്കെ വളരെയധികം സന്തോഷിച്ചു. അവർ ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുകയും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. അപ്പോൾ ഭൂമിദേവി, അതായത് നരകാസുരന്റെ അമ്മയായ ഭൂമിദേവി, അദിതിയുടെ കട്ടുകൊണ്ടുപോയ രത്നകുണ്ടലങ്ങളും അതുപോലെ വൈജയന്തി മാലയും വരുണന്റെ വെൺകൊറ്റക്കുട, ഇതൊക്കെയാണ് നരകാസുരൻ മോഷ്ടിച്ചു കൊണ്ടുപോയത്. അതുപോലെ മേരുപർവ്വതത്തിലെ ഇന്ദ്രന്റെ സ്ഥാനമായിട്ടുള്ള ഒരു മഹാമണിയുണ്ട്, ഇതൊക്കെ എടുത്തുകൊണ്ടുപോയിരുന്നു. അങ്ങനെ ഭൂമിദേവി ഇതൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ ഭാഗവതത്തിൽ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ എല്ലാം ഒന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. അങ്ങനെ മുരാസുരനെയും നരകാസുരനെയും ഭഗവാൻ അവിടെ വെച്ച് ആ പ്രാഗ് ജ്യോതിഷപുരത്തിൽ ചെന്നിട്ട് രണ്ടുപേരെയും കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. ശ്ലോകം 7. മുരസ്ത്വാം പഞ്ചാസ്യോ ജലധിവനമധ്യാദുദപദത് സചക്രേ ചക്രേണ പ്രതലിതശിര മൗക്ഷുഭവദാ ചതുർദന്തേ ദന്താവളപതിഭിരിന്ധാനസമരം രഥാംഗേന ചിത്വാ നരകമകരോസ്തീർണ നരകം. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നാരായണീയ ഉപാസകർക്കും വിനീത നമസ്കാരം. ഭട്ടതിരിപ്പാടിനും വേദവ്യാസനും ശ്രീ ഗുരുവായൂരപ്പനും പ്രണാമം. ഗുരുജനങ്ങളെയും പിതൃജനങ്ങളെയും ഓർമ്മിക്കുന്നു. കുടുംബദേവത, പരദേവത, ഗ്രാമദേവത അവരെയൊക്കെ സ്മരിക്കുന്നു. ദശകം 81, ശ്ലോകം 7. ഭഗവത്ലീലകൾ അതിവിചിത്രങ്ങളും അതിസുന്ദരങ്ങളും ആസ്വാദ്യകരവും തത്വങ്ങൾ അടങ്ങിയതുമാണ് എന്നുള്ളതും നമ്മൾ ഓരോരുത്തരും ഓർക്കുന്നത് നല്ലതാണ്. ദുർഗങ്ങളെയൊക്കെ തകർത്ത് ആ കാമരൂപ രാജ്യത്തിൽ പ്രാഗ് ജ്യോതിഷപുരത്തിൽ ഭഗവത് ലീലകൾ മുന്നോട്ട് പോകുമ്പോൾ നരകാസുരനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ വളരെ പ്രധാന ഒരു മന്ത്രിയാണ് മുരാസുരൻ. അതും ഈ പ്രാഗ് ജ്യോതിഷപുരം എന്നുള്ളതായ പുരം സംരക്ഷിക്കുന്നതിൽ പ്രധാനിയാണ് അദ്ദേഹം. മുരാസുരൻ 5 തലയുള്ളതാണ് അദ്ദേഹത്തിന്. വളരെ രസകരമായ പ്രയോഗമാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ചെയ്തിരിക്കുന്നത്. പഞ്ചാസ്യൻ എന്ന് പറഞ്ഞാൽ 5 തല എന്നും സിംഹം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ കടലാവുന്ന കാട്ടിൽ നിന്നും സിംഹതുല്യമായ പരാക്രമമുള്ളതായ മുരാസുരൻ ഭഗവാനെ എതിർക്കാനായിട്ട് പുറപ്പെട്ടു
എന്ന് പറയുമ്പോൾ ഇവിടെ പഞ്ചാസ്യ ശബ്ദത്തിന് സിംഹം എന്നും വനം എന്ന പദത്തിന് കാട് എന്നും ജലം എന്നും അർത്ഥമുണ്ട്. പാണ്ഡിത്യത്തിൻ്റെ ഒരു ചെറിയ പ്രകടനമാണ് ഇവിടെ കാണുന്നത്. അത് ഒരു ഭാഗത്ത്. മറ്റൊന്ന് 5 തലയുള്ളതായ മുരാസുരൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നരകം സൃഷ്ടിക്കുന്ന മറ്റൊന്നാണ് പഞ്ചേന്ദ്രിയങ്ങൾ. സംസാര സമുദ്രത്തിൽ നമ്മളെ മുക്കുന്ന ഒന്നാണ് പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പോൾ മുരാസുരൻ്റെ 5 തല എന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെയും കൂടി നമ്മുടെ മനസ്സിൽ കാണുന്നത് നല്ലതാണ്. ഇന്ദ്രിയങ്ങൾ നമ്മളെ വഴിതെറ്റിക്കുന്നു. മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുന്നു. മനസ്സിൻ്റെ പിന്നാലെ ഇന്ദ്രിയങ്ങൾ പോകുമല്ല, ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ മനസ്സ് പോകുമ്പോഴാണ് നമുക്ക് മനോനിയന്ത്രണം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവിടെ മുരാസുരനെ ചിത്രീകരിക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരവസ്ഥ കൂടി സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ഓർക്കണം. ഏതായാലും കോപിച്ചു വന്നു. സത്യഭാമയെ മടിയിലിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നരകാസുരനെ പറ്റി പറഞ്ഞു. ഭൂമിയുടെ മകനാണ്, അതുകൊണ്ട് തന്നെ പ്രധാനമാണ്. ഭൂമിപുത്രനാണ്. ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ചൈതന്യവും അതിലുണ്ട്. അതിവിക്രമിയാണ് അദ്ദേഹം. പറഞ്ഞു വരുന്നത് അമ്മയുടെ സാന്നിധ്യത്തിൽ താൻ മരിക്കുള്ളൂ, അല്ലെങ്കിൽ അമ്മയുടെ കൈ കൊണ്ടേ മരിക്കുള്ളൂ എന്ന് വരവ് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സത്യഭാമയെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പട്ടതിപ്പാട് വളരെ രസകരമായ പ്രയോഗം അവിടെ ഉണ്ടാക്കി. അതായത് ധാരാളം ആനകളുള്ള സ്ഥലമായിരിക്കാം. ആസാം അങ്ങനെയാണല്ലോ പറയുക. നാൽക്കൊമ്പന്മാരിഷ്ടം പോലെ ഉണ്ട് അവിടെ. അങ്ങനെയുള്ളൊരു ആനക്കൂട്ടവും ഒന്നിൻ്റെ പുറത്ത് കയറിയിട്ടുള്ളതായ നരകാസുരനെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ പ്രസിദ്ധമായ ഗജവീരന്മാരവിടെയുണ്ട്. അതിലൊന്നിലാണ് നരകാസുരൻ. ആ നരകാസുരൻ്റെ അവസ്ഥ ഗംഭീരമാണ്. ഏതായാലും തൻ്റെ ചക്രായുധം കൊണ്ട് തന്നെ നരകാസുരൻ്റെ ആ ഒരു ശിരസ് ഇല്ലാതാക്കി, മുരാസുരനെയും ഇല്ലാതാക്കി. നരകാസുരൻ്റെ ശിരസ്സും ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ ഈ കാമക്രോധങ്ങളാവുന്ന വൈരികളും ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങളും ഇതൊക്കെ നരകഭാവന സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിലില്ലാത്തതിനെ ഇല്ലാതാക്കാൻ ഭഗവാൻ സാധിക്കും പ്രാർത്ഥിച്ചാൽ. അതുകൊണ്ട് തന്നെ അമ്മയായിരിക്കുന്ന ഭൂമിദേവിയുടെ അവതാരമായിരിക്കുന്ന സത്യഭാമയുടെ സാന്നിധ്യത്തിലാണ് നരകാസുരന് സായുജ്യം കൊടുക്കുക ചെയ്തതെന്നാണ് പറയുന്നത്. നരകത്തിൽ നിന്ന് കടത്തിവിട്ടു എന്നാണ് പറയണത്. തീർന്ന നരകം, നരകത്തിനെയും നരകത്തിൽ നിന്ന് തരണം ചെയ്യിപ്പിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ സായുജ്യം കൊടുത്തു എന്ന് വേണം വിചാരിക്കാനായിട്ട്. അതുകൂടാതെ സത്യഭാമയും യുദ്ധത്തിൽ പങ്കെടുത്തു എന്നൊരു വ്യാഖ്യാനവും ഉണ്ട്. ഏതായാലും മുരാസുരനും ഇല്ലാതായി, നരകാസുരനും ഇല്ലാതായി. അവിടെ ഭഗവത് സാന്നിധ്യം നല്ലോണമുണ്ടായി. ആ പ്രാഗ്ജ്യോതിഷപുരം എന്നുള്ളതായ ഒരവസ്ഥ വീണ്ടും സംജാതമാവുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷഡ്വൈരികളും പഞ്ചേന്ദ്രിയങ്ങളും ഒക്കെ, പഞ്ചേന്ദ്രിയങ്ങൾ നിയന്ത്രണാധീനമാവുക, ഷഡ്വൈരികൾ ഇല്ലാതാവുമ്പോൾ നരകം ഇല്ലാതാവും. സ്വർഗതുല്യമായതോ ശാന്തിയോട് ചേർന്നതായ ജീവിതം നമുക്ക് ലഭിക്കും എന്നുള്ളതായൊരു സൂചന ഇവിടെയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി ഷഡ്വൈരികളെ ജയിക്കാനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും ഭഗവാനെ ആശ്രയിക്കാനും ഭഗവാനിൽ സമർപ്പണം ചെയ്യാനും
എവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിശരണം.